ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുന്തൻ്റെ ഒരു ഇയറിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞു പിള്ളേരുടെ ഒക്കെ ഉടുപ്പൊക്കെ കിട്ടുമ്പോൾ ആ ബോക്സിൻ്റെ പുറത്ത് നമ്മൾ ഈ ഡോളിയുടെ ഒക്കെ ഉടുപ്പുകളൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് ഉള്ള ഒരു പ്ലാസ്റ്റിക് ഫിലിമാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ഫിലിമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മളുടെ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. നമ്മളിവിടെ ഫെവിബോണ്ടാണ് എടുത്തിരിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുന്തൻ സ്റ്റോണിലോട്ട് ഫെവിബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൽ ഫെവിബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുന്തൻ സ്റ്റോൺ അതിൻ്റെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഈ കുന്തൻ സ്റ്റോണിൽ ഫെവിബോണ്ട് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ച് നോക്കി. പക്ഷേ അത് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് ഫെവിബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ കുന്തൻ സ്റ്റോൺ അറേഞ്ച് ചെയ്ത് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഏതാണോ സൗകര്യമായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഫെവിബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട്. ഇനി അതിൻ്റെ പുറത്തോട്ട് നമ്മളുടെ കുന്തൻ സ്റ്റോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇലയുടെ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ, റൗണ്ട് കുന്തൻ സ്റ്റോൺ, അതുപോലെ ഒരു സ്ക്വയർ കുന്തൻ സ്റ്റോൺ, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ സ്റ്റോൺസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ സ്റ്റഡിൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ ആ സ്ക്വയർ ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോൺ നമ്മൾ കാണുമ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമ്മൾ 2 ഇലയുടെ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഒരു കുന്തൻ സ്റ്റോൺ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതേ പാറ്റേണിൽ തന്നെ നമ്മൾ കുറച്ച് ലെയറുകൾ താഴോട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേൺ ആണ് ഇവിടെ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് പാറ്റേൺ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ആകുമ്പം ക്ലിയർ സീ ത്രൂ ആണ്, അതായത് നമുക്ക് അപ്പുറം ഇപ്പുറം കാണാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോൺസ് ഫുള്ളായിട്ട് ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ വീഡിയോയിലെയും പോലെ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും സ്പീഡിലിട്ട് ഈ വീഡിയോയ്ക്കകത്തും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലീഫിൻ്റെ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ 2 കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണം. എന്നാൽ ഈ താഴത്തെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ കൂടെ ഒട്ടിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പാറ്റേൺ ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വിടാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിൻ്റെ സ്റ്റഡ് ബേസൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഉണങ്ങാനായിട്ട് വിടാം. എന്നിട്ടിത് ഈ ഫിലിം ഷീറ്റിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോണ് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. കാരണം ഇതിൻ്റെ സൈഡെല്ലാം നമുക്ക് കുന്തൻ സ്റ്റോണിൻ്റെ ഷേപ്പിൽ നല്ലപോലെ കട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ കട്ടർ ഉണ്ടല്ലോ, ആ കട്ടർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് നമുക്ക് ഈസി ആയിട്ട് ട്രിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടി നീറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മളുടെ സ്റ്റഡ് ബേസ് വെച്ച് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ സ്റ്റഡ് ബേസ് ഉണ്ടെങ്കിൽ നമുക്കിത് കാതിലിടാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന സ്റ്റഡ് ബേസ് ആയിരുന്നു. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഫെവിബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ കുന്തൻ സ്റ്റോൺ വരുന്നതിൻ്റെ ബാക്കിലായിട്ട് ഈ സ്റ്റഡ് ബേസ് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുറച്ച് സമയം ഉണങ്ങാനായിട്ട് വിടാം. നമ്മൾ ഫെവിബോണ്ട് വേണം യൂസ് ചെയ്യാൻ. ഫെവിബോണ്ട് ആകുമ്പോൾ നല്ലൊരു പശയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലോട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു കളർ പേപ്പർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ഫെവിക്കോളാണ് ഇതിൻ്റെ ബാക്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫാബ്രിക് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് സാധാരണ കളർ പേപ്പറാണ്, ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ടൈപ്പ് പേപ്പറാണ് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആഷ് കളർ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അത് നമ്മൾ ഈ സ്റ്റഡ് ബേസിൽ കൂടെ കയറ്റി ഇതിൻ്റെ ബാക്കിലോട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതൊന്ന് ഉണങ്ങുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതുപോലത്തെ കട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പിച്ചാത്തി പോലത്തെ കട്ടർ ഉണ്ട്, നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ആ ടൈപ്പ് കട്ടറായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം നമ്മുടെ ഈ കുന്തൻ സ്റ്റോണിൻ്റെ ഷേപ്പിലൊന്ന് സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ സൈഡൊക്കെ ട്രിം ചെയ്തൊന്ന് ഓക്കെ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫൈനൽ റിസൾട്ട് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ബൈ ഫ്രണ്ട്സ്.